വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് നൈറ്റ് വ്ലോഗാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഇന്നും ഞാനൊരു 7:30 ആ നേരത്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ടു ഡു ലിസ്റ്റ് ചെയ്താണ് കേട്ടോ ചെയ്യണത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ടും ചെയ്യാനുള്ളത് പോളറോയിഡ്സും റിംഗ് ആൽബം ഒക്കെ സെറ്റ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് എഴുതി വെക്കുന്നത്. പിന്നെ അതല്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ചധികം നൈറ്റ് വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം കുറച്ചധികം നൈറ്റ് വ്ളോഗ്സ് ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്. അതങ്ങനെ ആയി പോണതാണ് കേട്ടോ. ഞാൻ ഈ നൈറ്റ് വ്ളോഗ്സ് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തെടുക്കണതെന്നല്ല. എനിക്കിങ്ങനെ എന്തെങ്കിലും വർക്കുള്ള ദിവസം ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അങ്ങനെ തന്നെ ഞാനിപ്പോൾ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് എഴുതിയ കാര്യം തന്നെ ഫസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോളറോയിഡ്സ് കട്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. ഇന്നങ്ങനെ കുറേയൊന്നും ഇല്ല കേട്ടോ. പോളറോയിഡ്സ് ആകെ ഒരു ഷീറ്റേ ഉള്ളൂ, ഒരു സെറ്റേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പോളറോയിഡ്സ് കട്ട് ചെയ്യണത് കാണിക്കണം, അത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ് എന്നുള്ളത്. ഇത് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലും കുറേ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മെസ്സേജ്. ഈ പോളറോയിഡ്സ് കട്ട് ചെയ്യണത് കാണുന്നത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അധികം ഭയങ്കര സ്പീഡാക്കിയിട്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യലൊക്കെയാണ് ചെയ്യൽ. കുറച്ച് കാണിച്ചിട്ട് ബാക്കി സ്കിപ്പ് ചെയ്യാണ് ചെയ്യലുള്ളത്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനും ഉണ്ടാവില്ലല്ലോ. ഇത് കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം ഉണ്ടാവില്ലേ കട്ട് ചെയ്യണ ഒരു വീഡിയോ. അപ്പോൾ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊന്നും പറയാനും കിട്ടില്ല. അതുകൊണ്ടൊക്കെ കൂടെയാണ് അങ്ങനെ കുറച്ച് മാത്രം കാണിക്കണത്. അപ്പോൾ ആ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ അല്ലേ എന്ന് പറഞ്ഞാൽ ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, കുറച്ച് കൂടുതലായിട്ട്. അങ്ങനെ തന്നെ ഞാൻ ആ പോളറോയിഡ്സ് കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഈ ടൈപ്പ് ഫോട്ടോസൊക്കെ ആയതുകൊണ്ട് കാണാൻ. ഇനി അത് ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കന്നെ ഞാൻ ഇൻസ്റ്റയിലും ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ എടുത്ത് വെക്കണ ഒരു വീഡിയോ പോലെ. ഈ യൂട്യൂബിന് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനുള്ള ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ മറന്നു കേട്ടോ. വെറും ആ ഒരു യൂട്യൂബിൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. ഒന്നാമത്തെ റീസൺ ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോയിൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ഒന്ന് ഈ വെർട്ടിക്കലായിട്ടും പോർട്രേറ്റ് മോഡിലും അല്ലേ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടാകുമ്പോൾ ഫോൺ എപ്പോഴും ഹൊറിസോണ്ടലായിട്ട് കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അത് മാറ്റി ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പണിയല്ലേ. അപ്പോൾ പിന്നെ അത് ഓർമ്മയുണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഷോർട്സിൻ്റെ കാര്യം. ഷോർട്സും ഞാനിങ്ങനെ ഈ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇതേപോലെ വിട്ടുപോകും. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ കാര്യം ഷോർട്സിന് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ബോധം വരിക. ഇനിതാ ഇപ്പോൾ ഞാൻ ആ പോളറോയിഡ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ചെയ്യണ പോലെ തന്നെ ബബിൾ റാപ്പറും പിന്നെ ഒരു ബ്രൗൺ പേപ്പറൊക്കെ യൂസ് ചെയ്ത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നാളെ എങ്ങാണ്ട് കൊറിയർ ചെയ്യാമെന്നാണ് കരുതണേ. അപ്പോൾ ഇന്ന് തന്നെ ചെയ്ത് വെച്ചാൽ പിന്നെ നാളെ വലിയ പണി ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാനിപ്പം ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി നോക്കണുണ്ട്. ഇടുന്നൊന്നും ഞാൻ ഉറപ്പ് പറയണില്ല. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഉറപ്പ് പറയണില്ല. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഡെയിലി ഞാൻ ഇടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് ഡെയിലി ഇട്ടുകൊണ്ട് കാണാനുള്ള സമയം കിട്ടണില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഇതിൻ്റെ താഴെ പറയണം കേട്ടോ. കാരണം എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ഡെയിലി വേണ്ടേ എന്നുള്ളത് പറയണം. പിന്നെ ഡെയിലി വീഡിയോസ് ഇടുകയാണെങ്കിൽ തന്നെ എത്ര മിനിറ്റാണ്, ഒരു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എത്ര മിനിറ്റിൻ്റെ ഡ്യൂറേഷനുള്ള വീഡിയോ ആണ് വേണ്ടതെന്നും കൂടെ പറയണേ. എന്നാൽ എനിക്ക് അതിനനുസരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോളറോയിഡ്സിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എനിക്കൊരു റിംഗ് ആൽബം പാക്ക് ചെയ്യാനുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ 99 രൂപക്ക് 17 ഫോട്ടോസും ഒരു കവർ പേജും വരുന്ന രീതിയിലാണ് ആൽബം ചെയ്ത് കൊടുക്കലുള്ളത്. ഇത് ഒരു 30 ഫോട്ടോസ് കണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അതാണ് കുറച്ച് കൂടുതൽ കട്ടിയുള്ളത്. പിന്നെ ഫോട്ടോസ് റിവീൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ഇനി ഇത് പാക്ക് ചെയ്യാണ്. ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്തിട്ട് പിന്നെ കൊറിയർ ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യണം.
ഈ ഒരു റിംഗ് ആൽബത്തിൻ്റെ കവർ പേജ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഓരങ്ങനെ പറഞ്ഞിട്ടുള്ള ഡിസൈനൊന്നല്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് തന്നിട്ട് അത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലവ് തീമുമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തതായിരുന്നു. എനിക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാണാൻ. അങ്ങനെ അതിൻ്റെ റാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാ ബബിൾ റാപ്പറും ബ്രൗൺ പേപ്പറൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പാക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അഡ്രസ്സ് എഴുതാനാണ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വെറുതെ ഒന്ന് ടു ഡു ലിസ്റ്റിൽ നോക്കുന്നുണ്ട് കേട്ടോ, വേറെ എന്തെങ്കിലും ഇതേപോലെ ചെയ്യാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല. സോ ഇനി അഡ്രസ്സും കൂടെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതിന് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രി തന്നെ അഡ്രസ്സ് എഴുതി വെക്കാനുള്ള കാരണം രണ്ടെണ്ണമാണല്ലോ കൊറിയർ ചെയ്യാനുള്ളത്. അപ്പോൾ രാവിലെ ഇപ്പം പണിക്ക് പോകുമ്പോൾ ഉപ്പാൻ്റെ അടുത്ത് കൊടുക്കാട്ടോ ചെയ്യുക. ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, കാരണം അതിനായിട്ട് ഇനി ഞാൻ പോകണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പോണ വഴിയിലായതുകൊണ്ട് അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയി കൊടുത്തോളും. രണ്ടിൽ കൂടുതലൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കലില്ല, കാരണം അത് ചിലപ്പോൾ ഇപ്പൊക്കെ സമയം ഉണ്ടാവില്ല. പിന്നെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോണത് തന്നെയാണ് ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യലുള്ളത്. സോ ഞാൻ രാത്രി തന്നെ അഡ്രസ്സൊക്കെ എഴുതി ഫുൾ സെറ്റ് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് പിന്നെ രാവിലെ ഇപ്പോൾ പോകുമ്പോൾ അങ്ങനെ കൊടുക്കുക ചെയ്യാം. അഡ്രസ്സ് സാധാരണ എഴുതുന്ന പോലെ എഴുതി കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്പീഡ് പോസ്റ്റിൻ്റെ ബാർകോഡും കൂടെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ചോറും മീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യം ഞാൻ ആ ടു ഡു ലിസ്റ്റിൽ ചെയ്തിട്ടുള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ 2 അഡ്രസ്സല്ലേ എഴുതിയിട്ടുള്ളിരുന്നത്. ഇനി ഫ്രം അഡ്രസ്സും കൂടെ എഴുതല്ല, കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ കട്ട് ചെയ്ത് വെച്ചതില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ പോയി എടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് ഒരു A4 ഷീറ്റിൽ കുറച്ചധികം പ്രിൻ്റ് ചെയ്യാണ് ചെയ്യലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓരോ A4 ഷീറ്റ് വീതമാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കലുള്ളതും. കാരണം എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്നങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവും. കൂടുതൽ കട്ട് ചെയ്ത് വെച്ചാൽ അതിന് കളഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ ഒരു ഷീറ്റിലുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ യൂസ്, അതായത് അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത ഷീറ്റ് എടുത്ത് കട്ട് ചെയ്യലുള്ളൂ. ഞാനൊരു 10 എണ്ണമൊക്കെ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ആദ്യം ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിന് 2 എണ്ണം മാത്രം എടുത്തിട്ട് ഇതിന്മേൽ ഓരോന്നിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ടു ഡു ലിസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഇനി ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പോളറോയിഡ്സിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാനും പിന്നെ എനിക്ക് കുറച്ച് നട്ട്സും ഇതൊക്കെ സോക്ക് ചെയ്ത് വെക്കാണ്ട് കേട്ടോ. അത് ഞാൻ എന്നും മറന്നു പോകും. അപ്പോൾ ഇന്ന് മറക്കാതെ വെക്കാൻ വേണ്ടി അതിൽ എഴുതിയതാണ്. അത് 2 ഉള്ളൂ. ആദ്യം എന്താ അടുക്കളയിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പോയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് റൈസിൻസും അതെല്ലാം കൂടെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ചെയ്യുക. എന്നിട്ട് നാളെ രാവിലെ പാലിൽ അരച്ചിട്ട് അങ്ങനെ കുടിക്കും. ഇത് വാങ്ങിയെന്നല്ലാതെ ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്യലില്ല കേട്ടോ ഈ സാധനങ്ങളൊന്നും. എപ്പോഴെങ്കിലൊക്കെ ഒരു പെട്ടെന്നൊരു ബോധം വരിക പറയില്ലേ, അതേമാതിരി ഇടയ്ക്കൊരു ഓർമ്മ വരലാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കും. സംഭവം വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിന് എന്നും രാവിലെ കഴിക്കണം എന്നൊക്കെ കരുതിയിട്ടൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. ഈ ഉണക്കമുന്തിരിയൊക്കെ എന്നോട് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷേ അതൊക്കെ കണക്കാണ് എന്നും കഴിക്കലൊക്കെ, കാരണം അങ്ങനെ വിട്ടുപോകും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കണുണ്ട്. ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം എല്ലാം നല്ലോണം വാഷ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണേ. ഈ റൈസിൻസൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ രാത്രി സോക്ക് ചെയ്തിട്ട് രാവിലെ അത് പിഴിഞ്ഞിട്ട് അതും അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കുമല്ലോ, നല്ലതാണെന്നൊക്കെ പറയണേ കേട്ടിട്ടില്ലേ. പക്ഷെ നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ.
അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാന്നുള്ള ആ ഒരു പണിയും കൂടെ ഉള്ളൂ കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഇരുന്നിട്ട് അത് ചെയ്യാണ്. കൂടുതലൊന്നുമില്ല കേട്ടോ, ആകെ 2 ഷീറ്റൊറ്റേ ഉള്ളായിരുന്നു. പോളറോയിഡ്സ് തന്നെയാണ്. പോളറോയിഡ്സ് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് കാണാപ്പാടായി. കുറച്ച് ഈസി ആയിട്ടപ്പോൾ എഡിറ്റ് ചെയ്ത് നമുക്കങ്ങനെ ശീലമാവുമല്ലോ ഒരു കാര്യം തന്നെ കുറേ ചെയ്താൽ. അങ്ങനെ ഇപ്പോൾ എനിക്ക് മുന്നത്തേനേക്കാളും കുറച്ച് ഈസി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വേഗം തീരും എഡിറ്റ് ചെയ്തിട്ട്. ഇതിപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് ഇന്ന് തന്നെ ചെയ്ത് നാളെ തന്നെ പ്രിൻ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ ഇന്ന് എഡിറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അന്നന്ന് കിട്ടുന്ന ഓർഡർ ഞാൻ അന്നന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മാക്സിമം നോക്കലുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.